ലോക ചെസ് ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ചെസ് മിനിയേച്ചറാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1947 മോസ്കോയിൽ വെച്ചാണ്. ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്നത് പോൺ ടു E4, ബ്ലാക്ക് E5 വെച്ചു. നോർമൽ ഡെവലപ്മെൻറ്റ് മൂവ്സ് ആണ്. C3, അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ അടുത്ത മൂവ് D4 കളിച്ച് സെൻറ്ററിലേക്ക് മാക്സിമം ഗ്രിപ്പ് കൊണ്ടുവരിക. ബ്ലാക്ക് നൈറ്റ് C6 കളിക്കുന്നു. D4 വെച്ച് വൈറ്റ് സെൻറ്ററിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. നൈറ്റ് F6 കളിച്ച് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് G5 വന്നിട്ട് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് H6 കളിച്ച് അതിനെ ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് മാറുന്നു. G5, ബിഷപ്പ് G3. ഇപ്പോൾ ഈ പോണിലേക്ക് 2 അഡീഷണൽ പ്രഷർ വരികയാണ്. പോൺ ടേക്സ് പോൺ കളിക്കുന്നു. ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൈറ്റ് പോൺ വെച്ച് പോണിനെ വെട്ടുമെന്നാണ്. പക്ഷേ വൈറ്റ് സർപ്രൈസിംഗ്ലി പോൺ T5 കളിച്ച് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്തു. ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ ഗെയിമിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്. നിങ്ങളാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നതെങ്കിൽ എന്ത് മൂവ് കളിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇവിടെ ബ്ലാക്ക് കളിച്ച ബ്രില്യൻ മൂവിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഒരു പക്ഷേ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മൂവായിരിക്കും ഇത്. ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് വരുമ്പോൾ പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്ന നൈറ്റ് ഇങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ നൈറ്റ് H7 പോവുകയോ അല്ലെങ്കിൽ നൈറ്റ് തിരികെ പോവുകയോ ഇതൊക്കെയാണ് ടിപ്പിക്കലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ബ്ലാക്ക് ഇതൊന്നുമല്ല കളിക്കുന്നത്. ബ്ലാക്ക് വന്നിട്ട് പോൺ വെച്ച് ഈ പോണിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ ഇത് എന്താണിപ്പോൾ? ഇവിടെ ഒരു നൈറ്റ് വെറുതെ എടുത്തേക്കണം. എന്താണ് ഇതിനുള്ള കോമ്പൻസേഷൻ? ഒന്നും വ്യക്തമല്ല. പോൺ വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. പോൺ വെച്ച് പോണിനെ വെട്ടുമ്പോൾ ഇപ്പോൾ ഈ റൂക്ക് ട്രാപ്പൊക്കെ ആയിട്ട് തോന്നാം, പക്ഷേ ഇത് വേറൊരു ഇല്യൂഷനായിട്ടാണ് വൈറ്റ് കാണുന്നത്. കാരണം എന്താണ്? Q(e2) ചെക്കിൽ ചെക്കുമാണ്, ഈ ഒരു പോണും അറ്റാക്ഡ് ആണ്. അപ്പോൾ ബ്ലാക്ക് ഇത്രയും നേരം നടത്തിയ പ്ലാൻ എല്ലാം വിഫലമായി. കാരണം എന്താണ്? ആ പോണും നഷ്ടപ്പെട്ടു. ആകെയുള്ള തുറപ്പ് ചീട്ടായുള്ള ആ പോൺ നഷ്ടപ്പെടുകയാണ്. പക്ഷെ ബ്ലാക്ക് ഇതിനപ്പുറവും കണ്ടിരുന്നു. ഇപ്പോൾ ടിപ്പിക്കലായിട്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബിഷപ്പ് വെച്ചൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ഈ ഒരു പോണിനെ അങ്ങ് വെട്ടിയെടുക്കുകയും ചെയ്യും. ഇവിടെ വൈറ്റ് നേരത്തെ പോലെ ഈസി ആയിട്ട് ജയിക്കുകയും ചെയ്യും. നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലോ എന്നാലും ഈ ഒരു പോൺ ഇവിടെ നഷ്ടപ്പെടും. എന്നാൽ ഇതൊന്നും അല്ലാതെ വേറൊരു മൂവ് ഉണ്ട്. ഒരിക്കലും വൈറ്റ് പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. ബ്ലാക്ക് കളിക്കുന്ന മൂവ് Q(e7). ഈ മൂവിന് ഒരു മെയിൻ ഉദ്ദേശം ഈ ഒരു ക്യൂവിന് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ പിണ്ടാണ് ആ ക്യൂവിൻ്റെ ആയിട്ട്. എന്നാൽ ഇവിടെ ക്യൂവിൻ്റെ വേണമെങ്കിൽ പോൺ വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു പോണിനെ വന്ന് വെട്ടിയെടുക്കാൻ വൈറ്റിന് പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന ക്യൂവിനെ വെട്ടിയെടുക്കാം. ക്യൂവിനെ വെട്ടിയെടുത്താലോ ഒട്ടും ധൃതിയില്ല. ഇവിടെ ഈ ഒരു പോണിനെ വന്ന് വെട്ടുന്നതിനോ അല്ലെങ്കിൽ ഈ ഇതിനെ നേരെ ക്യൂനാക്കുന്നതിനോ പകരം ജസ്റ്റ് ബിഷപ്പ് G7 കളിച്ച് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വൈറ്റിന് ഒന്നും തന്നെ ചെയ്യാനില്ല. അടുത്ത മൂല എന്തായാലും റൂക്ക് എടുക്കും. അപ്പോൾ പിന്നെ ക്യൂൻ വെച്ച് ആ ഒരു പോണിനെ വെട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ബിഷപ്പ് ടേക്സ് ക്യൂൻ കളിക്കുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പ് ടേക്സ് C7 കളിക്കുന്നു. ഇവിടെ വേണമെങ്കിൽ ചാടിക്കയറി ആ റൂക്കിനെ വെട്ടിയെടുക്കാം. പക്ഷേ ബ്ലാക്ക് വളരെ സൈലൻ്റ് ആയിട്ട് ബിഷപ്പ് ഇവിടെ ഈ ഒരു പോണിനെ വെച്ച് ഈ കിങ് ടേക്സ് പോൺ കളിക്കുന്നു. അപ്പോൾ ഈ റൂക്ക് എവിടെയും തന്നെ പോകുന്നില്ല എന്ന് ബ്ലാക്കിന് അറിയാം. എന്നാൽ ഇവിടെ എന്ത് ചെയ്താലും ഇവിടെ നൈറ്റിനെ ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ആ റൂക്കും കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ബ്ലാക്കിന് റൂക്ക് എക്സ്ട്രാ ആണ്. 3 പീസുകളും 2 പേർക്ക് ഈച്ചുണ്ട്. അപ്പോൾ റൂക്ക് എക്സ്ട്രാ വന്നിട്ട് ബ്ലാക്ക് ഇവിടെ ഈസിലി ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരു മൂവ് നിങ്ങൾ കളിക്കുമ്പോൾ, കാരണം ഇത്രയും ലോങ് ആയിട്ട് ഇവിടെ തിങ്ക് ചെയ്താൽ തന്നെ ആ ഒരു ക്യൂൻ ഇടയിൽ വരുന്ന കാര്യം പലരും മിസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ലോക ചെസ് ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിനിയേച്ചറാണ്. ഇനി ഈ ഗെയിം ആരൊക്കെ തമ്മിലാണ് കളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്ലൂസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 1947 പിന്നെ മോസ്കോയിലാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ, ഇത്രയും മനോഹരമായ ഗെയിം ആരൊക്കെ തമ്മിലാണ് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.